രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന വോട്ടർ അധികാർ യാത്ര തുടരുകയാണ്. പുനാമയിലെ വസീർഗഞ്ചിൽ നിന്നാണ് മൂന്നാം ദിവസത്തെ യാത്ര തുടങ്ങിയത്. രാഹുൽ ഗാന്ധിക്കൊപ്പം തേജസ്വി യാദവും യാത്രയിൽ ഉടനീളം പങ്കെടുക്കുന്നുണ്ട്. പുനാമയിലെ ഹനുമാൻ മന്ദിറും നേതാക്കൾ സന്ദർശിച്ചു. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ തുടരുകയാണ്. ഇന്ന് യാത്രയുടെ മൂന്നാം ദിനമാണ്. പുനാമയിലെ വസീർഗഞ്ചിൽ നിന്നാണ് രാവിലെ 8 മണിയോടുകൂടി തന്നെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ആ യാത്രയുടെ ഭാഗമായി റോഡിന്റെ ഇരുവശത്തുമൊക്കെ ആളുകൾ നിരന്നുകൊണ്ട് അവർ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം ചെയ്യുന്നുണ്ട്, പൂക്കൾ നൽകുന്നുണ്ട്. ഇങ്ങനെ വലിയ തിരക്കാണ് നമുക്ക് ഈ യാത്ര കടന്നു പോകുന്ന റോഡുകളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. ഇന്ന് മൂന്നാം ദിനമാണ്. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-ക്കൊക്കെ എതിരെ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ഓരോ യാത്ര കടന്നു പോകുന്ന ഓരോ മേഖലകളിലും അതിനെ ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട്. ഇന്ന് മൂന്നാം ദിനത്തിൽ യാത്ര കടന്നു പോകുന്നത് നവാഡ നളന്ദ വഴിയായിരിക്കും ഇന്ന് യാത്ര കടന്നു പോവുക. ശേഷം വൈകിട്ട് 7 മണിയോടുകൂടി ബാർബികയിൽ എത്തി അവിടെ ഒരു പൊതുസമ്മേളന പരിപാടിയുണ്ട്. ആ പൊതുസമ്മേളന പരിപാടിയോടുകൂടിയായിരിക്കും ഇന്നത്തെ യാത്ര അവസാനിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കണ്ട വലിയൊരു ജനാവലി ഇന്നും വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇന്നലെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. വോട്ട് കൊള്ള നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും, അവർക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ അവർക്കെതിരെ ഞങ്ങൾ പോവുകയാണെന്നൊക്കെയായിരുന്നു ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അദ്ദേഹം BJP-യിൽ അംഗത്വം എടുത്തിട്ടുണ്ട് എങ്കിൽ അത് തുറന്നു പറയണമെന്നായിരുന്നു തേജസ്വി യാദവിന്റെ പ്രതികരണം. ഇന്നും സമാനമായിട്ടുള്ള വിമർശനവും അത്തരത്തിലേക്കുള്ള ആരോപണങ്ങളും ഒക്കെ തന്നെയാണ് നേതാക്കൾ ഉയർത്തുന്നത്. വിവിധ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നു പോവുക. പ്രത്യേകമായിട്ടുള്ള ഗതാഗത നിയന്ത്രണമടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മേഖലയിലും എത്തുന്ന യാത്രയ്ക്ക് വലിയ ഒരു ജനാവലി കാത്തുനിന്നാണ് സ്വീകരണം നൽകുന്നത്. വിവരങ്ങൾ നൽകിയത്.